ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലെറ്റർ എഴുതുന്ന ഫോർമാറ്റാണ്. ഏത് ലെറ്റർ ചോദിച്ചാലും അതിനകത്ത് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത്. പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ. പത്ര എന്നൊരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലെറ്റർ ആണെന്ന് മനസ്സിലാക്കിക്കോണം. ക്വസ്റ്റ്യൻ വായിക്കാൻ പോലും അറിയത്തില്ലാത്ത മക്കളുണ്ടാവും. അപ്പോൾ പത്ര എന്നുള്ള വേർഡ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. മക്കളെ, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായും ഒരു ബോക്സ് വരച്ച് വേണം എഴുതാൻ. നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫ്രഷ് പേജ് നിറയെ വലിയൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ബോക്സ് വരയ്ക്കാതെ ആരും എഴുതല്ലേ. ബോക്സ് വരച്ചതിന് ശേഷം ബോക്സിൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈനോ 2 ലൈനോ വിട്ടതിന് ശേഷം താഴ്ത്തി റൈറ്റ് സൈഡിൽ പ്ലേസും ഡേറ്റുമാണ് എഴുതേണ്ടത്. ആദ്യം ഇവിടെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേസ് അറിയാമെങ്കിൽ പ്ലേസ് എഴുതുക, ഇല്ലെങ്കിൽ അവിടെ സ്ഥാൻ എഴുതി വെക്കുക. ഈ ഡേറ്റ് എഴുതിയതിന് ശേഷം വീണ്ടും 2 ലൈൻസ് വിട്ടിട്ട് ഇതേപോലെ പ്രിയ മിത്ര എന്ന് എഴുതുക. ഫ്രണ്ടിന് എഴുതാനുള്ള ലെറ്റർ ആയിരിക്കും കൂടുതലും ചോദിക്കുക. ഇതേ രീതിയിൽ തന്നെ എഴുതണം. അതിനുശേഷം വീണ്ടും ഒരു ലൈൻ വിട്ട് എഴുതുകയാണ് ആപ് കൈസേ ഹോ, താങ്കൾക്ക് സുഖമാണോ. ഗർമേം സബ് കൈസേ ഹോ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ. മേം യഹാം ടീക്ക് ഹൂം, എനിക്കിവിടെ സുഖമാണ്. ഏക് ബാത് ബതാനെ കെ ലിയേ മേം യഹ് പത്ര ലിഖ്താ ഹൂം, ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഇതാണോ ലെറ്ററിൻ്റെ വിഷയം? ആർക്കാണോ ലെറ്റർ എഴുതുന്നത്, എന്ത് കാര്യം പറഞ്ഞാണ് ലെറ്റർ എഴുതുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ലെറ്ററിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ വരേണ്ടത്. അതിനുശേഷം 2 വരി വിട്ടതിന് ശേഷം ഇങ്ങനെ എഴുതുക, ആപ്കി ജവാബ് കി പ്രതീക്ഷാമേ, താങ്കളുടെ മറുപടിക്കായിട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് പിന്നെയും ഒരു 3 ലൈൻസ് വിട്ട് താഴെ എഴുതുക. റൈറ്റ് സൈഡിൽ ഇതേപോലെ എഴുതുക ആപ്കാ മിത്ര, താങ്കളുടെ ഫ്രണ്ട്. ലെറ്റർ എഴുതി ആരാണോ അവരുടെ പേരെഴുതുക. ഇനി അതിൻ്റെയും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടു അഡ്രസ്സ് എഴുതണം. സേവാ മേം എന്ന് എഴുതുക. അതിനുശേഷം ആർക്കാണോ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സുമാണ് എഴുതേണ്ടത്. ഇനി അവരുടെ പേരും അഡ്രസ്സും അറിയില്ല എങ്കിൽ നാം പത എന്ന് എഴുതുക. ഇനി ഒട്ടും അറിയത്തില്ലാത്ത കുട്ടികൾ, ഹിന്ദി വളരെയധികം ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇതേ ഫോർമാറ്റ് പഠിക്കുക. ഈ ഫോർമാറ്റിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്കെങ്കിലും കിട്ടും. സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാനുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് എഴുതി വെക്കണം. ഒട്ടും അറിയത്തില്ലാത്തവർ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാൻ പാടില്ല, മാർക്ക് പോകും.